അടിപൊളി സ്ഥലം കേട്ടോ, രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഒരുപാട് ആളുകളുണ്ട്, കൂടുതലും ചൈനീസ് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് താഴേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ പേടിയായിട്ട് പോയി ആ പാറയുടെ അടിയിലേക്കൊക്കെ പോകാനായിട്ട്. Once you let the light in, you won't see the beautiful stars shining down from afar. No, I ain't ഇവിടെ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ആകെ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കേണ്ട, അതായത് തണുപ്പ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 16 ഡിഗ്രിയാണ്, പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസം 4 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സ്ഥിരതയില്ല ഇവിടുത്തെ തണുപ്പിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ കാലാവസ്ഥ ആകുമ്പോൾ ഇവിടുത്തെ മരങ്ങളിലെ ഇലകൾക്കൊക്കെ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അതായത് ഇലകളിലെയൊക്കെ കളറേ ചിലപ്പോൾ ചുമന്ന കളറ്, അല്ലെങ്കിൽ മഞ്ഞ കളറ്, അല്ലെങ്കിൽ ഓറഞ്ച് കളറ്, അങ്ങനെയൊക്കെ ആവും. നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് മരങ്ങളിലൊക്കെ. എൻ്റെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പല പല കളറിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതിങ്ങനെ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതങ്ങോട്ട് ഉണങ്ങി മൊത്തത്തിൽ അങ്ങോട്ട് കൊഴിഞ്ഞു പോകും. അതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു രീതി. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ന്യൂയോർക്കിലുള്ള ബിയർ മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതേമാതിരത്തെ കുറേ മരങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞ് കേട്ടത്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പോകുന്ന വഴിയിലും നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ മരങ്ങളും ഇലകളൊക്കെ കാണാൻ സാധിക്കും. ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇലകളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴേ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പൂക്കളാണെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത് നമ്മളെ മനസ്സിലാവുള്ളൂ ആ ഇലകളൊക്കെ ഇങ്ങനെ ചേഞ്ചായി കളറ് ചേഞ്ചായി വന്നേക്കണമെന്ന് അല്ലേ. അപ്പോൾ ദേ നോക്കിക്കണ്ടേ, ഞാൻ ദേ നിൽക്കണേ എൻ്റെ ബാക്കിൽ തന്നെ കണ്ട ഒരു മരത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചേഞ്ചായി ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ചില മരങ്ങൾ ഇങ്ങനെ ഉണങ്ങി കൊഴിഞ്ഞു പോയ ഒരു സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. ചില മരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സീസണിലുള്ള ഈ ഇലകൾ കാണുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ട ഈ മരങ്ങളൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് നോക്ക്, കളറിങ്ങനെ ചേഞ്ചായി നിൽക്കണതല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ചില മരങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ഈ ഒരവസ്ഥയിലേക്ക് എത്തും ഇനിയിപ്പോൾ. എന്നിട്ട് കുറേ മാസങ്ങളൊക്കെ കഴിയണം ഇനി ഇതിലൊക്കെ ഇലകളൊക്കെ വരാനായിട്ട്. നല്ല കാറ്റ്, പ്രകൃതിയുടെ ഓരോരോ അവസ്ഥകളല്ലേ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇല കൊഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മരം അങ്ങോട്ട് ഉണങ്ങിപ്പോവല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ ഒരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലിങ്ങനെ ഇലകളൊക്കെ വന്ന് പച്ചപ്പൊക്കെ ആയി നല്ല രസമായിരിക്കും കാണാനായിട്ട്. ദേ ഈ മരമൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ മഞ്ഞ കളറിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ മിക്ക മരങ്ങളും അതേ അവസ്ഥയിലാണ്. ഈ മരം നോക്ക്, ഇത് കണ്ട ഈ ഒരവസ്ഥയിലേക്ക് വരും ഇനിയിപ്പോൾ എല്ലാ മരങ്ങളും. ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇത് കണ്ട കൊമ്പ് മാത്രമായിട്ട് നിൽക്കണത്. ഇത് കണ്ട ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ അടന്നടന്ന് പോവുകയാണ് ഇലകളൊക്കെ. വേണ്ട അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ മൊത്തം ഇലകളൊക്കെ ഉണങ്ങി വീണ് കിടക്കണണ്ട. ഭയങ്കര കാറ്റ്. അപ്പോൾ നമുക്കിനി പോയിട്ട് പോണ വഴിയിലുള്ള മരങ്ങളും ഇലകളും ഒക്കെ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് വൈകി പോയിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോ എടുക്കാനും വൈകി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലകളെല്ലാം തന്നെ ഒരുവിധം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുവിധപ്പെട്ട എല്ലാ മരങ്ങളിലും ഇലകൾ ഇത് കണ്ടില്ലേ ആകെ കൊഴിഞ്ഞു പോയി. കുറച്ചും കൂടി മുമ്പേ എടുക്കണമായിരുന്നു. കാരണം വെച്ചാലേ കുറച്ചും കൂടി മുമ്പേ ആയിരുന്നെങ്കിൽ എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞേനേട്ടാ. മഞ്ഞ കളറ്, ചുമന്ന കളർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കളറിലുള്ള ഇലകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേനായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഫോൾ സീസൺ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി.
നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ പോകണം. ആ ഒരു 1-2 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു സീസൺ. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് ആ ടൈമിൽ പോയായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ തന്നെ കിട്ടിയേനായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഞാൻ പറ്റാവുന്നിടത്തോളം ഒരുവിധപ്പെട്ട കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. 2 അല്ല 3 മണിക്കൂറോളം യാത്രയുണ്ട് നമ്മളിപ്പോൾ പോകുന്ന ഈ ബിയർ മൗണ്ടിലേക്ക്. അപ്പോൾ അവിടെ ഒരുപാട് മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇതുമാതിരി ഇങ്ങനെ ഈ ഒരു ഫോൾ സീസൺ കാണാൻ പറ്റിയ ഇങ്ങനെ മരങ്ങളൊക്കെ കളർ ചേഞ്ചിൽ ഇങ്ങനെ നിൽക്കണ ഒരു വ്യൂ ഉള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ മാത്രമല്ല സമയവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഈ വ്യൂ മൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണത് ഇത് കണ്ടില്ലേ, യെല്ലോ കളറിലൊക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു റെഡ് കളറിൽ ഇലകളാണ് കേട്ടോ. അതൊന്നും എനിക്ക് കൂടുതൽ പകർത്താൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം ആ ബിയർ മൗണ്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഹൈ റേഞ്ച് പോലത്തെ ഭാഗമുണ്ടോ, ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഈ വാൽപ്പാറയൊക്കെ പോകില്ലേ അതുപോലെയൊക്കെ ഇരിക്കും. ഒരുപാട് മലയുടെ മുകളിലേക്കൊക്കെ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഫുള്ളും ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകളെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ പോകട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അറ്റത്തൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഈ മലയുടെ മുകളിലേക്ക് വന്നപ്പോഴത്തേനും നല്ല തണുപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തിയതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്ട. നോക്കിക്കണ്ട ഒരു മുത്തശ്ശി വരുന്നുണ്ട വടിയൊക്കെ പിടിച്ച്. അവർക്ക് വയ്യെങ്കിൽ പോലും അവർ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ തണുപ്പത്ത് വന്നേക്കണ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കൂടുതലും നമുക്ക് പ്രായമായ ആളുകളെയൊക്കെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്, ചെറുപ്പക്കാരെയും കൂടുതൽ. നമ്മളങ്ങനെ അതിലേക്ക് കുറേ നേരം ഇങ്ങനെ നടന്നേ. നല്ല അടിപൊളി വ്യൂ ആണ്. ദൂരം മലകളൊക്കെയാണ് കാണാൻ പറ്റണത്. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂയോർക്കിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണല്ലോ ഈ ഒരു ബിയർ മൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇതും. നല്ലൊരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത്. നമ്മൾ ഒരുപാട് സ്പോട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊരു വ്യൂ പോയിന്റിലൊക്കെ എത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. നമ്മുടേതായ വണ്ടിക്ക് ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് കാറായിട്ടൊക്കെ നമുക്ക് ഈ അറ്റം വരെ എത്താൻ പറ്റി. അത് കാരണം ഭയങ്കര ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ഇവിടം വരെ നടന്നു വരാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസല്ലേ. ഈ പ്രായമായവരൊക്കെ അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായേനാ ഈ വണ്ടി ഇവിടം വരെ എത്തിയത് കാരണം. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു നദി കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. പിന്നെ മാത്രമല്ല കേട്ടോ, ആളുകൾ ഇതിൻ്റെ താഴേക്കൊക്കെ ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ പാറക്കെട്ടുകളെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ട്. വീഴൂലെന്നൊക്കെയാണ് തോന്നണത്. അതുകൊണ്ടായിരിക്കണം ഈ ആളുകൾ ഇതേ കണ്ടോ. സൂക്ഷിച്ച് നോക്കിക്കേ നിങ്ങൾ. അവിടെ ആളുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ചിലവരവിടെ കിടക്കുന്നുണ്ട്. പട്ടിക്കുട്ടേനെയൊക്കെ ആയിട്ടാണെന്നേ അങ്ങോട്ട് പോയേക്കണത്. അവരങ്ങോട്ട് കുറേ താഴ്ചയിലൊക്കെ നടന്നു പോയിട്ടുണ്ട്. നമുക്കൊക്കെ കാണുമ്പോൾ പേടിയാവും. നമ്മൾ ഈ മേളിലൊക്കെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാമെന്നല്ലാതെ അങ്ങനെ താഴേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അവരൊക്കെ ഒരു പേടിയൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുക. അതും എന്തൊരു തണുപ്പാണെന്ന് അറിഞ്ഞാൽ അവർക്കൊരു കൂസലുമില്ല. അവരിങ്ങനെ അവിടെ കിടക്കുക. പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് ആ കൂട്ടത്തിലൊരു പട്ടിക്കുട്ടിയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ കുറേ താഴ്ചയിലൊക്കെ അവർ പോയിട്ടുണ്ട്. പിന്നെ കുറേ പേരൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെയാണ്. ഇവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അത് ഫ്രീ ആയിട്ടൊന്നും പറ്റൂല കേട്ടോ. അവിടെ ഇങ്ങനെ കോയിനും നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിലൂടെ വ്യൂ ഒക്കെ കാണാൻ പറ്റുള്ളൂ. പാത്തും അതിങ്ങനെ അന്തം വിട്ട് നോക്കിയിപ്പുണ്ട്. അതിപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനെ കാണാം. നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ വ്യൂ പോയിന്റിലും. അതുപോലെ തന്നെ അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പം ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഈ സ്ഥലത്ത് വന്നത്. ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാം, നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ ഓർത്താൽ വന്നത്. പക്ഷേ എങ്കിലും നമ്മൾ വന്ന സമയം കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ആകെ ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കണമായിരുന്നു.
എങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ടവറൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല വേറെ കടകളോ ഷോപ്പുകളോ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ഈ ഒരു വ്യൂ കാണാനായിട്ട്. പിന്നെ കൂടുതലും ആളുകളും ട്രക്കിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ ആളുകൾക്കൊക്കെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വഴിയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ ട്രക്കിങ്ങിനായിട്ട് കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മളതേ വണ്ടി കയറി പോവുകയാണ്. അപ്പോൾ ഈ മലനിരയുടെ താഴെയായിട്ട് ബിയർ മൗണ്ടൻ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നേരെ വന്നേക്കണത്. അപ്പോൾ ഇവിടെയും ഏകദേശം ടൈമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇത്തിരി ദൂരം കൂടുതലായിരുന്നല്ലോ. പിന്നെ മാത്രമല്ല നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെയാണ് നമ്മൾ വന്നത്. നമ്മളങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വന്ന് അപ്പോൾ ഇവിടെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും മറ്റും എല്ലാം ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതേ ആ ഒരു സംഗതിയില്ലേ, ആ ഒരു കുതിര, അത് കണ്ടപ്പോഴത്തേനും അങ്ങനെ പാത്തൂന് അതിൽ കയറണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒറ്റക്ക് പാത്തൂനെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൂട്ടായിട്ട് ഇതേ ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുതിരയുടെ മേളിലേക്കൊന്നും കയറിയില്ല. ഞാൻ ദേ ഈ ഒരു സീറ്റിലാണ് വരുന്നത്. ഇനിയിപ്പോൾ കുതിരയുടെ മേളിലേക്കൊക്കെ കയറി ഞാൻ അലിച്ചും കെട്ടി വീണാല. അതുകൊണ്ട് ഞാൻ ദേ ഇതുമാതിരത്തെ ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഇതൊക്കെ വയ്യാത്തവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണ് കേട്ടോ. അവർക്കും എൻജോയ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സീറ്റ് ഇതിൻ്റെ ഇടയിൽ വെച്ചേക്കണത്. അപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ ഈ കുതിരയുടെ മേളിലിരുന്നതേ കണ്ടില്ലേ. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണ പിള്ളേർ, ഇതൊക്കെ വലിയ പിള്ളേരാണ് കേട്ടോ. അവരൊക്കെ അതുമ്പോൾ കയറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നിസാറും റാസും കയറിയില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമുണ്ടായില്ല. അപ്പം ഞാനും ബാത്തുമാണ് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ റൗണ്ടൊക്കെ ചുറ്റി നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണൂലേ, അതുപോലത്തെ സെയിം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ സൂ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിയം, പിന്നെ കുഞ്ഞൊരു റിസോർട്ട് ഉണ്ട്. പിന്നെ ഈ ലേക്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബോട്ടൊക്കെ റെൻറ്റിനെടുത്ത് അതിൽ നടക്കാം, മീൻ പിടിക്കാം. അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേ ഈ മലയുടെ അരികിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ ആ റിസോർട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മലയിലൊക്കെ നിറച്ച് ഇങ്ങനെ പല കളറിലുള്ള മരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആ ഒരു കറക്റ്റ് ടൈമിൽ വന്നായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സീസൺ കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വ്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ റിസോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഏക്കർ കണക്കിനുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. ട്രക്കിങ്ങിന് പോകാം, അതുപോലെ തന്നെ ആ ബൈക്കൊക്കെ എടുത്ത് നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഒന്നാമത്തെ ഒരു സമയവും പോയി. പിന്നെ മാത്രമല്ല തണുപ്പത്ത് ഇതൊന്നും നടക്കില്ല കേട്ടോ. നമ്മൾ ഈ ഇലകൾ കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ തണുപ്പില്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല രസം വരുന്നേനെ. ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതേ പൂക്കളൊക്കെ കണ്ടില്ലേ, ഈ പൂ കാണുമ്പോൾ എനിക്ക് ഊട്ടിപ്പൂ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പല കളറിലുള്ള ഊട്ടിപ്പൂ പോലെ അല്ലേ ആ ഒരു ഷേപ്പ്. ഇതിൽ ഇലകളില്ലാന്ന് എനിക്ക് തോന്നണം, പൂക്കൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പൂ ഇരിക്കണ പോലെ ഇല്ലേ. പക്ഷേ എങ്കിൽ ഇതൊക്കെ ഒറിജിനൽ പൂവാണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയേക്കണ കാരണം മൊത്തം ഇങ്ങനെ ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടി കിടക്കണം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ ഇനി വന്നിട്ട് മെഷീൻ വെച്ചിട്ട് ഇതൊക്കെ ഇലകൾ ഇങ്ങനെ കെട്ടി കൊണ്ടുപോകും കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കുക. നമ്മളങ്ങനെ ഈ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത്, റെസ്റ്റോറൻ്റ് അല്ല വലിയ ഒരുപാട് സംഗതി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതുമാതിരത്തെ കുറേ ഇങ്ങനെ ബുക്കുകളൊക്കെയാണ് ടൂറിസ്റ്റ് ഗൈഡുകൾ. അതെപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഇതുമാതിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് ഫ്രീ ആണ് അത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. പിന്നെ അതേ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പാർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോസുകളൊക്കെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഇതിനോട് ചേർന്ന് തന്നെ ആ ഡോറ് കണ്ടില്ല, അത് റിസോർട്ടിൻ്റെ ഭാഗമാണ്. അങ്ങോട്ട് നമുക്ക് കടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇവിടെ വലിയൊരു ഷോപ്പ് ഉണ്ട്, അതായത് മെയിനായിട്ട് സുവനീറുകളാണ്. നമ്മളതാണ് കേട്ടോ നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഞാനിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പരുതല എൻ്റെ ഒരു പണിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കാട്ടോ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ മെയിനായിട്ട് എനിക്കൊരു കാര്യം കണ്ടത് ഇത് കണ്ടില്ലേ, ഇത് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ കൊണ്ടുനടക്കണ വടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഒരു ഷേപ്പ് കാണാനായിട്ട്. എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടാണ്. പക്ഷേ നമ്മൾ ട്രക്കിങ്ങിനൊന്നും പോവില്ല. പക്ഷേ അത് കാണാൻ നല്ല ശേലുണ്ട്. ഇങ്ങനെ ഒരു വളഞ്ഞ് ഒരു ഷേപ്പിലാണ് അതിരിക്കണം. അത് മരമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, കണ്ടിട്ട് മരം പോലെയൊക്കെ ഇരിപ്പുണ്ട്.
പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് കമ്മലുകളും മാലകൾ, കൈച്ചെയിനുകൾ, മോതിരങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടുകൾ പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഞാൻ നോക്കിയൊന്നുമില്ല. ഇതൊക്കെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ കൂടുതലും ഈ സംഗതിയുടെ അടുത്തൊക്കെ ആയിരുന്നു. ഇത് മോതിരം കേട്ടോ, ഈ സിൽവർ കളറിലേക്ക് മോതിരങ്ങൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്ത് വിലയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും ഒരു സാധനം മേടിക്കാൻ പറ്റൂലെന്നേ. പിന്നെ ഈ സുവനീറുകൾക്കൊക്കെ മാത്രം ചെറിയൊരു വില കുറവൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നല്ല $5, $6 ഒരു സുവനീറിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ മോതിരമൊക്കെ നല്ല രസമുണ്ട്. കല്ലൊക്കെ വെച്ച് ശരിക്കും ഡയമണ്ട് പോലെയൊക്കെ ഇരിപ്പുണ്ട്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല രസമുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ. പക്ഷേ തണുപ്പ് ഇങ്ങനെ കാറ്റടിക്കണ കാരണം നമുക്ക് നടക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി അവിടേക്ക് ഒന്ന് പോയി വീഡിയോ എടുക്കണ്ടേ, അത് കാരണം കൊണ്ടാണ് ഞാനീ നടക്കണത്. പക്ഷേ ആളുകൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടപ്പുണ്ട്. ഇവർക്കൊന്നും ഒരു തണുപ്പെന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേരൊക്കെ റിസോർട്ടിൽ താമസിക്കണവരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ആയിരിക്കും ചുറ്റിപ്പറ്റി നടക്കണതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടേക്ക് ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ തണുപ്പില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ആ ലേക്കിൻ്റെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, മരങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റെഡ് കളറിലും മഞ്ഞ കളറിലൊക്കെ ഇലകളൊക്കെ കണ്ടില്ലേ. അത് ഫുള്ളും ആ ഒരു ഫസ്റ്റ് സമയത്തായിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നതിനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വൈകിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോട്ടൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങാം, മീൻ പിടിക്കാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനോട് വ്യൂ ചെയ്തിട്ടാണ് അവിടെ റിസോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരാട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സീസൺ അനുസരിച്ച് ഇവർ ഇവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണോ പറയണത്. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാനേ വഴിയുള്ളൂ. കാരണം വെച്ചാൽ ഇവർ ഇവിടെയൊക്കെ എല്ലാ സീസൺ അനുസരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഞാനിപ്പോൾ റിസോർട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ നടക്കണേ ഉണ്ടായിരുന്നു. സംഗതി എന്നൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അതേ ഇതാണ് ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇങ്ങോട്ട് വ്യൂ ചെയ്തിട്ടാണ് തോന്നണം ഈ റൂമുകളൊക്കെ ഉള്ളത്. അങ്ങനെ അധികം റൂമുകളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് റൂമുകളുള്ളൂ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് നല്ല രസമുണ്ട്. നല്ല വ്യൂവിൽ നമുക്ക് അവിടെയൊക്കെ വന്നിങ്ങനെ താമസിക്കാം. വലിയ റേറ്റ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ റൂമിനൊക്കെ. അങ്ങനെ അധികം ആളുകളെയൊന്നും കണ്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സീസണിൻ്റെ സമയമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വലിയ തിരക്കൊന്നും കണ്ടൊന്നുമില്ല. അപ്പം ഞാൻ ദേ അങ്ങനെ റൗണ്ട് ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ഇട്ടേക്കണത് ദേ ആ കാണുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ താഴെ കാണുന്നത് ഫുൾ റെസ്റ്റോറൻറ്റും പിന്നെ നമ്മൾ ആ നേരത്തെ കയറിയ ഷോപ്പൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ ബിയറിൻ്റെ സൂ ഒക്കെ ഉണ്ട് കേട്ടോ. ബിയർ സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ വൈകിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതൊക്കെ ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ പിള്ളേർക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ 5:30 മണി 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കാരണം അതൊക്കെ ക്ലോസ്ഡ് ആണ്. അങ്ങനെയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി നേരത്തെ വരണം. അല്ലാതെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കണതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ട്രക്കിങ്ങിനൊക്കെ പോണ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം നമ്മളിപ്പോൾ അതേ വീണ്ടും ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഗെയ്സ് ഞാനിപ്പോൾ അതേ ഇവിടെ ഇരിപ്പായിട്ടാ കുറേ നടന്ന്. എന്തൊരു തണുത്ത കാറ്റാണ് എൻ്റെ പൊന്നേ. ഇത് കണ്ടായി, ഇത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. തണുത്തിട്ട് ചുമയും കുത്തണം. കാറ്റെന്ന് പറഞ്ഞാൽ നിസ്സാര കാറ്റല്ല കേട്ടാ, പറന്ന് പോണ മാതിരിത്തെ കാറ്റ്. എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ച വല്ല ചുഴലിക്കാറ്റാണ്. അതിന് മാത്രം അങ്ങോട്ട് പറന്ന് ഇവിടുത്തെ ഇലകളൊക്കെ അങ്ങോട്ട് പറന്ന് പോവുകയാണ്. അങ്ങനത്തെ ഒരു കാറ്റ്. ഷോളൊന്നും പിടിച്ചിട്ട് കിട്ടണില്ല. ഞാനപ്പോൾ ഇവിടെ ഇരിപ്പോയി, അവർ വന്നുള്ളൂ. ഞാനപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ഉണ്ട്. ആളുകളൊക്കെ നിന്നിങ്ങനെ പട്ടം പറത്തണം. ഹായ് പിള്ളേർ കുറേ പേര്. ഞാനിങ്ങനെ ഇന്ന് വീഡിയോ ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ സംസാരിക്കാൻ കണ്ടിട്ടേ പിള്ളേർ വന്നു. ഇതെൻ്റെ ബാക്കിൽ പോണൊരു ഫാമിലിയാണ്. അയ്യോ തണുത്തിട്ട് ഒരു രക്ഷയില്ല. ടൈസും കെട്ട മന്തിരി ഇതേ വന്നിതേ ഒരു വന്നി. ഇതെല്ലാം അവിടെ വന്നുണ്ട്. ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വേഗം തന്നെ പോകാം. പോകണം, ഫുഡ് കഴിക്കണം. ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ രാത്രിയായി, അതുകൊണ്ട് നമുക്കിനി പോകാം.
നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കണ്ട പാലം കണ്ട ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പോയ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ നമുക്കതൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ പാർക്കിൽ. അപ്പോൾ ആ ട്രക്കിങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുമാതിരത്തെ കാഴ്ചയൊക്കെ കാണാമായിരുന്നു കേട്ടോ. അതേ കണ്ടോ, ആ കാണുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പോയ പാർക്ക്. ഇരുട്ടായതുകൊണ്ട് അതൊന്നും കാണുന്നില്ല. ഇപ്പം നേരത്തെ തന്നെ ഇരുട്ടാവുമല്ലോ. അപ്പോൾ ഇതേ കാണുന്ന മല കണ്ട് ഈ മല ചുറ്റിയിട്ട് വേണം നമുക്കിനി അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്താൻ. ഈ ഭാഗത്തൊന്നും ഒരു റെസ്റ്റോറൻറ്റോ കടകളോ ഒന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ചിൻ്റെ ഭാഗം തന്നെ. അപ്പോൾ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ്ടോ നമ്മൾ വന്നേക്കണ റെസ്റ്റോറൻറ്റ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. കൂടുതലും പാർസലാണ് പോകുന്നത്. നമ്മളങ്ങനെ 2 ടൈപ്പ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് ഇടാം. ഇതിങ്ങനെ എന്താ പറയുക, റൈസ്, ചിക്കൻ, പിന്നെ ഫ്രൈസ്, പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഷവർമയിൽ ഒരെണ്ണം ചിക്കനും ഒരെണ്ണം ബീഫും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഇരിക്കാനുള്ള സീറ്റൊക്കെ കുറച്ചേ ഉള്ളൂ. കൂടുതലും പാർസലാണ് ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇവിടെ ഡിസ്പ്ലേയിൽ കുറേ ചിക്കൻ്റെ ഐറ്റംസുകളും സ്നാക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ കടയിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എന്താ പറയുക, ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നാണ്ട്. ആ നേരത്തെ പോയ കടയിൽ തണുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തണുപ്പത്ത് ചൂടുള്ളത് കഴിക്കണമല്ലേ രസം. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇനി അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.